Hello friends, now I am going to explain the scope of management accounting. Scope of management accounting means what are the areas covered under management accounting. They are explained as follows, such as first one is financial accounting, second one is cost accounting, third one is forecasting and budgeting, cost control techniques, interpretation of financial data, tax accounting, reporting, statistical data, office services, internal auditing. First one says about financial accounting. We have already explained that. What is financial accounting? Financial accounting is the art of recording business transaction into a books of account and involves the preparation of financial statement. Financial accounting നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് കണ്ടെയ്ൻസ് ട്രേഡിംഗ് അക്കൗണ്ട്, P&L account and balance sheet. These are prepared at the end of a particular period of time. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. Second aspect of management accounting is cost accounting. Cost accounting is the art of recording cost transaction for the purpose of ascertaining and cost control. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓർ അക്കൗണ്ടിങ് റിലേറ്റഡ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ഫോർ ദ അസർട്ടൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. Cost accounting is considered to be the backbone of management accounting. Management accounting inde backbone ആണ് cost accounting, because management accounting uses various methods and techniques from cost accounting such as budgeting, standard costing, marginal costing, etc. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നട്ടെല്ലാണ്, ബാക്ക് ബോൺ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്നാൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പല ടെക്നിക്സും, ദാറ്റ് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. Third one is forecasting and budgeting. Forecasting means prediction of future events. ഫ്യൂച്ചർ ഇവൻസിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയാം ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ബഡ്ജറ്റ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഫോർകാസ്റ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പീരിയഡിലേക്ക്, കുറച്ച് കാലത്തേക്കുള്ള റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസുകളെ നമ്മൾ കണക്കാക്കാണ്. എസ്റ്റിമേഷനോ നമ്മൾ കേട്ടിട്ടുണ്ട് ബഡ്ജറ്റ് അല്ലെ, ഗവൺമെൻറ് ഒക്കെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണില്ല, അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേക പീരിയഡിലേക്ക് എത്രയായിരിക്കും നമ്മുടെ റവന്യൂസ് ഉണ്ടാവുക, എത്രയായിരിക്കും നമ്മളുടെ എക്സ്പെൻസസ് വരിക എന്ന് മുന്നേ കൂട്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ് ബഡ്ജറ്റ്. അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. Then the next one is cost control technique. The main objective of management accounting is cost control. Then for the purpose of cost controlling, we use standard costing, budgetary control, etc. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി നമ്മൾ കോസ്റ്റിങ്ങിലെ ചില മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആ മെത്തേഡുകളാണ് ബഡ്ജറ്ററി കൺട്രോള്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എക്സെട്ര. ഇവിടെയൊക്കെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ആ ബഡ്ജറ്റും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേരിയൻസ് മനസ്സിലാക്കുന്ന രീതിയാണ് ഈ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിൽ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതായത് ആദ്യം തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് അല്ലെ, ഇത്ര വരും എന്ന് നമ്മൾ ഫിക്സ് ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് മാനദണ്ഡം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടാവുന്നു, നമ്മൾ അതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അതിനെയാണ് ഈ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. എന്നിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ നമ്മൾ എടുക്കണം.
Then അടുത്തതാണ് interpretation of financial data. Analysis and interpretation of financial statement is useful for getting the firm's performance. ഒരു ഫേമിൻ്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ, ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ നടത്തണം. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ നടത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ടൂൾസ് എടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ നടത്തുക, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇൻ്റർപ്രിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക അല്ലേ, അതെങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് പല ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതൊക്കെ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഈ ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ആൻഡ് സോ ഓൺ. ഇതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഈസ് യൂസ്ഫുൾ ഫോർ ഗെറ്റിംഗ് എൻ ഐഡിയ റിഗാർഡിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ബിസിനസ് കൺസേൺ. The financial performance of a business concern is analyzed and interpreted through by using a number of tools like ratio analysis, fund flow analysis, cash flow analysis, etc. Then the next one is tax accounting. Tax accounting is an important part of management accounting. Under tax accounting, we calculate what is the taxable income and what will be the tax liability of the firm. ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടൊരു ടാസ്ക് ആണ് ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര എമൗണ്ടിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഇതാണ് അതിനകത്ത് നോക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം, നമുക്ക് എത്ര എമൗണ്ടിനാണ് ടാക്സ് അടയ്ക്കേണ്ടി വരിക, എത്രയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ there are 2 points are considered under tax accounting, that is determination of taxable income and tax liability. Then the next one is reporting. The first and important responsibility of management accounting is to prepare report regarding the functioning of our enterprises. നമ്മുടെ എൻ്റർപ്രൈസസിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കലാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി. The first and foremost duty of management accountant is to prepare reports regarding the functioning of our enterprises. The reports are useful to management for discharging the planning, decision making and controlling of functions. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ റിപ്പോർട്ടുകളുടെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുക. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ തയ്യാറാക്കലാണ്. ഓരോ ഫങ്ഷൻ എടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. The next one, statistical data. Statistical data or methods are used by management accountant. The statistical data like linear programming, game theory, etc. are used in the decision making process. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ ഒരുപാട് മെത്തേഡുകൾ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, അതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനുള്ള ടെക്നിക്കുകളാണ്. ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറിയൊക്കെ. ഇതൊക്കെ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ടൂൾസൊക്കെയാണ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എല്ലാം നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ യൂസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. The statistical data like linear programming, game theory, etc. are used in the decision making process. Then the next one is office services. A number of office services are controlled by management accounting. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഒരുപാട് ഓഫീസ് സർവീസുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം അല്ലേ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രിപ്പയർ റിപ്പോർട്ട്സ് ആണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫീസ് വർക്കുകളുണ്ട്. ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ട്, ഫയലിംഗ് ഉണ്ട്,
കോപ്പിയിങ് ഉണ്ട്, ഡീലിംഗ് ഓഫ് മെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓഫീസ് സർവീസസ്, ആ ഓഫീസ് സർവീസസ് കൂടി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ് ഓഫീസ് സർവീസസ്. ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് റിപ്പോർട്ട് സം ഓഫീസ് സർവീസസ് ആർ പെർഫോംഡ് ബൈ ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. The next one, internal auditing. Internal auditing is necessary to judge the performance of each department. നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർഫോമൻസ് ജഡ്ജ് ചെയ്യാനാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇന്റേണൽ ഓഡിറ്റിംഗ് ഈസ് യൂസ്ഡ് ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഇൻ അവർ ഓർഗനൈസേഷൻ. So these are the scope of management accounting. In brief, management accounting contains a lot of aspects. They are financial accounting. Financial accounting means recording of business transaction and the preparation of financial statement. Cost accounting is the art of recording cost transactions. That is, ascertainment of cost and controlling of cost are the two parts of cost accounting. Cost accounting is considered as the backbone of management accounting because management accounting uses a number of techniques of cost accounting. Third one, forecasting and budgeting. Forecasting is the prediction of future events. Budgeting means the estimation of income, expense and revenue for a particular period of time. Cost control technique. The aim of management accounting is to control the cost. So many costing techniques are used for this purpose. Next one, interpretation of financial data. Analysis and interpretation of financial data is useful to assess the financial performance of a business concern. For assessing the financial performance, we can use ratio analysis, cash flow analysis, fund flow analysis, etc. Tax accounting. One of the complex tasks of management accounting is tax accounting. Tax accounting involves two operations, that is, determination of taxable income and calculation of taxable liability. Next one, reporting. Reporting is one of the important function of management accounting. Reporting is necessary for reporting to management is necessary for taking decisions. Statistical data. So many statistical data and tools are used in the management accounting. They are linear programming, game theory. These are used for decision making purposes. Office services. A number of office services are controlled by management accounting. For the purpose of reporting, a number of office works are required. They are data filing, copying, duplicating, dealing of mails, etc. Next one is internal auditing. Internal auditing is necessary to judge the performance of the internal department or different departments of an organization. Okay, thank you.